ഹായ് നമസ്കാരം. എ.ആർ.എം. അജയൻ്റെ രണ്ടാം മോഷണം. നിങ്ങൾ സിനിമയുടെ റിവ്യൂ ഒക്കെ അത്യാവശ്യം എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്കതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂയിലേക്ക് പോകാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ചരിത്രം അറിയാമല്ലോ, ഏകദേശം 2018 ഇറങ്ങേണ്ട 19 ഇറങ്ങേണ്ട സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടന്റ് കുറച്ചും കൂടി വലിയ രീതിയിൽ ആൾക്കാരെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമയാക്കി ഇറക്കാനുള്ള, ഒരു 3D ആക്കി ഇറക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവർക്ക് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായതുകൊണ്ടാണ് പിന്നെ അത് 2Dയിൽ ഷൂട്ട് ചെയ്തിട്ട് 3Dയിലാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കുറേ മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ്, ഇത്രയും വർഷത്തിന് ശേഷമാണ് ഇവർ ഇത് ഇറക്കുന്നത്. എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയൊരു കാര്യം, ഇപ്പോൾ ഒരു ഡെബ്യൂ ഡയറക്ടറാണ്, ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണ്. ജിതിൻലാൽ എന്ന് പറയും, ബേസിൽ ജോസഫിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാൾ തൻ്റെ ഒരു ഫസ്റ്റ് ഒരു സ്വപ്നത്തിന് ഇത്രയും വർഷം എങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അതിശയം തോന്നി. കാര്യം ഇന്നത്തെ കാലത്ത് എപ്പോഴാണ് ഓരോ വാർത്തകളൊക്കെ നമുക്ക് കേൾക്കുന്നതാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇതിനകത്ത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനുവേണ്ടി അത്തരം കാര്യങ്ങൾ അവർ പ്രതീക്ഷയോടെ മുന്നിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് റിസ്ക് ഫാക്ടർ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയും വർഷം മുന്നേ ഒരു കഥ കേട്ട് അതിനെ സിനിമ ആക്കുമ്പോൾ, ഇത് ഇറങ്ങണ ഇത്രയും വർഷത്തിന് ശേഷം ഇത് ഇറക്കുമ്പോൾ ആ കോണ്ടന്റിന് മാർക്കറ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതേപോലത്തെ വേറെ കോണ്ടന്റുകൾ വന്ന് മാർക്കറ്റ് പിടിക്കുമോ, ഇതൊരു പഴമയായി പോകുമോ എന്നുള്ളതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർ തരണം ചെയ്ത് സിനിമ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് സംഭവം അടിപൊളി തന്നെയാണ്. അവർ ചെയ്ത വർക്കിൽ ഒരു സത്യം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാലേട്ടൻ്റെ വോയിസ് ഓവറാണ്. ലാലേട്ടൻ്റെ സമീപകാലത്ത് ഒരു വോയിസ് ഓവർ ഞാൻ കണ്ടത് കിങ് ഓഫ് കൊത്തയിലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ വോയിസ് ഓവറിൽ എനിക്കിത് കുറേയും കൂടി ലാലേട്ടൻ്റെ ഒരു വ്യക്തി ജീവിതം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ചിന്താതലമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വോയിസ് ഓവറായിട്ട് എനിക്ക് തോന്നി. പുള്ളി പറഞ്ഞിരിക്കുന്ന ഡയലോഗുകൾ എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. ഇപ്പോൾ ലാലേട്ടൻ ഈ സമീപകാലത്ത് ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് പറയുന്ന സംസാര രീതി, പുള്ളിയുടെ ചിന്താ ലെവലൊക്കെ നമുക്കറിയാമല്ലോ, ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഫോമിലേക്കുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതേപോലത്തെ ഡയലോഗൊക്കെ തന്നെയാണ് ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു വോയിസ് ഓവറിൽ വരുന്നത്. സിനിമ എൻഡ് ചെയ്യണത് ലാലേട്ടൻ്റെ വോയിസ് ഓവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി എനിക്ക് അതിൽ തോന്നി. ലാലേട്ടനെ കുറച്ചും കൂടി നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ട്, പിന്നെ നമ്മളൊരു യോഗ ടീച്ചറും കൂടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നി. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ ടോവിനോൻ്റെ കാര്യം, ഇതിനു മുന്നേ ഒരു ടീസർ, ഈ അജയൻ്റെ രണ്ടാം മോഷണം, ആദ്യമേ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് മാത്രമായിരുന്നു സിനിമയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെയാണ് എ.ആർ.എം. ഒന്നും കൂടി ഇവരാക്കിയത്. കാര്യം ഒരു പാനിൻ്റെ സിനിമയാക്കി ഇവർ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു പേരിനും കൂടി ഒരു ആസക്തി വേണമെന്ന് തോന്നിയുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് അവർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഇവർ ടീസർ ഇറക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് ടോവിനോൻ്റെ 3 ക്യാരക്ടറാണ് വരുന്നത്. അതിനകത്ത് മണിയൻ എന്ന് പറഞ്ഞ ഒരു പവർഫുൾ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ അതിലൊരു മുത്തശ്ശി കഥയായിട്ട് വരുന്നുണ്ട്. അതിൽ മണിയനെ കാണിക്കുന്നുണ്ട്. മണിയൻ്റെ വിളക്കെടുക്കുന്ന രീതി കള്ളനാണെന്നുള്ളതൊക്കെ നമുക്ക് ആ ടീസറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഈ കാന്താരയൊക്കെ ഇറങ്ങിയ സമയമാണ് തോന്നുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഒരു ഹിന്ദു മിത്തോളജി ഉണ്ടല്ലോ, അതിൽ കുറേ കഥകളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ത്രസിപ്പിക്കുന്ന കുറേ കഥകളാണ്, കുറേ പ്രതീക്ഷകൾ നൽകുന്ന കുറേ കഥകളുണ്ട്. കാര്യം അത്യാവശ്യം അതിമാനുഷികത്വം നിറഞ്ഞ കഥകളൊക്കെ ആയിരിക്കും എല്ലാം ഈ മുത്തശ്ശി കഥകളെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു അവരുടെ ആചാരങ്ങളും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുറേ സൂപ്പർ നാച്ചുറൽ പവറുകളും കുറേ അങ്ങനെയുള്ള കുറേ രസകരമായ ത്രസിപ്പിക്കുന്ന, കേൾക്കാൻ കൊതിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇതിനകത്ത് അവർ കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് തന്നെ ഇതിനകത്ത് സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തി അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലാണ് ഈ സിനിമ. ആ ഒരു ക്യാരക്ടറിനെ മാത്രം ബേസ് ചെയ്ത് ഇറക്കിയാൽ പോലും, മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബേസ് ചെയ്ത് ഇറക്കിയാൽ പോലും ഈ സിനിമ ഒരു പാനിൻ്റെ റീച്ച് ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം അങ്ങനെയുള്ള കണ്ടന്റുകൾക്ക്, ഇപ്പോൾ കാന്താര എന്തുകൊണ്ട് അത്ര സൂപ്പർ ഹിറ്റായി അല്ലെങ്കിൽ പാനിൻ്റെ റീച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സംഭവമുണ്ട്. കാര്യം അതേപോലത്തെ കഥകൾ പല ആൾക്കാരുടെയും വീട്ടിൽ സംസാരിക്കാറുള്ള കഥകളാണ്, പല ആൾക്കാരും മുത്തശ്ശി കഥകളായിട്ട് കേട്ടിട്ടുള്ളതാണ്. അല്ലാണ്ട് തന്നെ നമുക്ക് ഈ മഹാഭാരതം, രാമായണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിൽ തന്നെ ഈ പുസ്തകങ്ങളിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പല സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞു പിടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയൊക്കെ എല്ലാ ആൾക്കാർക്കും ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഇപ്പോൾ നമ്മുടെ ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ ശരിക്കും അതിനകത്ത് ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമുള്ള ഒരു സംഭവത്തിനെ ഒരു ഫിക്ഷൻ കയറ്റിയിട്ടാണ് ഗംഗ അതെറിഞ്ഞു ഉടയ്ക്കുന്നു, ഇതെറിഞ്ഞു ഉടയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇപ്പോഴും ഒരു ഭംഗിയുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സിനിമ അത്ര ഹിറ്റാകാനുള്ള മെയിൻ കാരണം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളാണ്. അപ്പോൾ ടോവിനോ തോമസ് അവതരിപ്പിച്ച ഈ 3 ക്യാരക്ടറിൽ ടോവിനോനെ പറ്റി എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ടോവിനോ മലയാള സിനിമയ്ക്കകത്ത് ഒരു വിരാട് കോഹ്ലിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വിരാട് കോഹ്ലി നല്ല ഒരു ബോഡി, ഏറ്റവും നല്ല ഫിറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ബോഡിയാണ് വിരാട് കോഹ്ലിൻ്റെ ഉള്ളത്. അപ്പോൾ ആ ബോഡി വെച്ച് പുള്ളി ഈ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യണതും ബാറ്റ് ചെയ്യണതും ക്യാച്ച് എടുക്കുന്നതും അല്ലെങ്കിൽ പുള്ളി ഓരോ കാര്യങ്ങൾ ഗ്രൗണ്ടിൽ കിടന്ന് കാണിക്കണം. ശരിക്കും ഇത്രയും ബോഡിയുള്ള ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ്. അതേപോലെയാണ് മലയാള സിനിമയിൽ ഈ ടോവിനോ തോമസ്. ഇപ്പോൾ ഒത്തിരി നല്ല മസിലുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഉണ്ണിമൂന്തനുണ്ട്, പൃഥ്വിരാജ് സാഹചര്യം വരുമ്പോൾ പുള്ളി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെ പല നടന്മാരും ഈ നല്ല ബോഡി കാണിച്ചിട്ടുള്ള നല്ല സ്ക്രീൻ പ്രസൻസ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവരൊക്കെ സിനിമയിലേക്ക് വരുമ്പോൾ, ഒരു ഫൈറ്റിലേക്ക് വരുമ്പോൾ, ഇവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്
ഫ്ലെക്സിബിൾ അല്ലാത്ത ഫൈറ്റാണ്. ഫൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഫൈറ്റ് കാണിക്കുന്നു, ഒരു മാസ് ഫൈറ്റ് കാണിക്കുന്നു. ഓക്കെ, അത് ഓക്കെ, കൺവിൻസിങ് ആണ്. ഇപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ട്, മോഹൻലാലിന് എന്തുകൊണ്ട്, പുള്ളിയുടെ ഫൈറ്റിന് എന്തുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളാണ് ലാലേട്ടൻ്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. വളരെ കൺവിൻസിങ് ആണ്. ഇപ്പോൾ ലാലേട്ടൻ കിരിക്കാളനെ ഇടിച്ചിട്ടാലും ലാലേട്ടൻ തോരപ്പൻ ഭാഷനെ ഇടിച്ചിട്ടാലും ആരെ ഇടിച്ചിട്ടാലും അതിനകത്തൊരു ഒരു ഭംഗിയുണ്ട്. ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫൈറ്റ്, അത് ഭയങ്കര രസകരമാണ്. അതേപോലെ എനിക്ക് തോന്നിയ ഒരു യങ് ആക്ഷൻ ഹീറോയാണ് ടോവിനോ തോമസ്. ഇപ്പം മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിനകത്ത് ഫൈറ്റ് ഭയങ്കര രസകരമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ പുള്ളിയുടെ ബോഡി വെച്ചിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ തല്ലുമാലയുടെ ഞാൻ തല്ലുമാലയുടെ കൂടിയാണ് ടോവിനോനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. മെയിൻ കാരണം തല്ലുമാലയാണ്. അതിനകത്ത് ആ തിയേറ്ററിൽ വെച്ചിട്ടുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. എമ്മാര് അത്ര ഫ്ലെക്സിബിളായിട്ട് പുള്ളി ആ ബോഡീനെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതാണ്. ഒരു ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മറ്റേ മമ്മൂട്ടിയുടെ പല സിനിമയ്ക്കകത്താണ് കൈ ഇങ്ങനെ കൊണ്ടുവരുന്നു, വില്ലനെ അതിനകത്തേക്ക് വെക്കുന്നു, തിരിച്ചൊടിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഫൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഞാനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ടോവിനോനെ പോലത്തെ ഒരാളുടെ ഫ്ലെക്സിബിലിറ്റി, ഫൈറ്റിൽ കാണിക്കുന്ന ഫ്ലെക്സിബിലിറ്റി, ആവശ്യ സമയത്ത് ബോഡി കാണിക്കുക, അല്ലാണ്ട് സമയത്ത് പവർ കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ, മണിയൻ എന്ന് പറഞ്ഞ ടോവിനോയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ പവറാണ്. ഇങ്ങനെ ഈ കഴുകന്മാരിങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്നു പോകുന്ന ഇങ്ങനെ ഒരു നിലത്ത് നിൽക്കുമ്പോൾ ആ ചുറ്റുപാടൊക്കെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒരു പ്രകമ്പനം, ഒരു വൈബ്രൻ്റ് ആയിട്ടൊരു ഫീൽ കിട്ടുമല്ലോ. അതേപോലെയാണ് ടോവിനോന്റെ ഈ മണിയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്ന് നിൽക്കുമ്പോൾ. നിൽക്കണം എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ ചീറ്റപ്പുലി പായണ പോലത്തെ ഒരു പ്രതീതിയാണ് ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ പറ്റാവുന്ന ആൾക്കാർ 3D കാണുക. ഞാൻ 2Dയിലാണ് കണ്ടത്. പക്ഷേ 3D കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ എഫക്റ്റ് ഉണ്ട്. ആ ക്യാരക്ടറിന് വേണ്ടി തന്നെ നിങ്ങൾക്ക് വേണം 3D കാണാം. ഇനി ആ ക്യാരക്ടർ പോകുന്ന കുറേ സർപ്രൈസസ് ഇവർ കാണിക്കുന്നുണ്ട്. അതിൽ വെള്ളച്ചാട്ടം കാണിക്കുന്നുണ്ട്, വെള്ളത്തിനടിയിൽ അണ്ടർ വാട്ടർ കുറേ കാണിക്കുന്നുണ്ട്, മോഷണം കാണിക്കുന്നുണ്ട്, ഫൈറ്റ്, കവുങ്ങും തോട്ടത്തിലൂടെയുള്ള അടിപൊളിയായിട്ടുള്ള കിടുക്കൻ ഫൈറ്റ്. അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി കവുങ്ങും തോപ്പോലും അടിച്ച് തെറിക്കുന്ന പോലത്തെ ഫൈറ്റാണ് ആളുകൾക്കിട്ട് അടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ സിനിമ 3Dയിൽ കാണണം. ആ ക്യാരക്ടറിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് 3Dയിൽ കാണാവുന്ന ഒരു സിനിമയാണ് ഇതെന്ന് എനിക്ക് തോന്നി. പിന്നെ ആ ക്യാരക്ടറിന് പിന്നെ പ്രത്യേകതകളുണ്ട്. ഒരു ടോവിനോ സാധാരണ ഇതുവരെ ചെയ്തിരിക്കണം, നമുക്കറിയാം ടോവിനോ ഒരു ആക്ഷൻ മൂവിയിലെ കൂടിയാണ് ഒരു സ്റ്റാറായിട്ട് തിളങ്ങി വന്നത്. അപ്പോൾ ടോവിനോ ചെയ്തിരിക്കുന്ന പല സിനിമയ്ക്കകത്തും പുള്ളിയുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി, ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുള്ളിക്ക് വലിയ രീതിയിൽ അഭിനയിക്കാനൊന്നും വലിയതൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷേ പുള്ളി ചെയ്തിരിക്കുന്ന സിനിമകൾക്ക് എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ പുള്ളിക്ക് ഈ സിനിമയോടുള്ള പാഷനും അല്ലെങ്കിൽ പുള്ളി കൊടുക്കുന്ന ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റൊക്കെ ആകാം പുള്ളി ചെയ്യുന്ന ഓരോ സിനിമയ്ക്കകത്തും അഭിനയം വലുതായിട്ട് കാണിക്കാതിട്ട് പോലും പുള്ളിയുടെ സിനിമകൾക്ക് ഒരു പ്രത്യേക രസമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ടോവിനോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു മാനരിസവും കാര്യങ്ങളും ഇല്ലാണ്ട് ഒരു പക്ക ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ പോലെ, പരകായ പ്രവേശം എന്ന് പറഞ്ഞ പോലെ, മണിയൻ എന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ പുള്ളി ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് കിടുക്കനായിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ്. കണ്ണൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ വലിയ ബോഡിയല്ല, പക്ഷേ ആ ശരീരത്തിനൊത്ത രീതിയിലുള്ള എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങളും കിടുക്കനായിട്ടുണ്ട്. ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അത് കൊട്ടിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു പവർ. പുള്ളിക്ക് വേണമെങ്കിൽ ഒരു പാറ ഇടിച്ച് പൊട്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വിശ്വസിക്കും. അമ്മാതിരി ഒരു പവർഫുള്ളാണ്. ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെറിച്ചു. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റാണ്. ഒരു കഴുകൻ ഇങ്ങനെ പറന്നു വന്ന് നിൽക്കുമ്പോഴുള്ള ആ ഒരു ചുറ്റുപാട് എങ്ങനെയായിരിക്കും ഒരു വൈബ്രേഷനിലൂടെ പോകുന്നത്, ഏകദേശം അതേപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വരുന്നത് ഒരു കേളു എന്ന് പറഞ്ഞാൽ ഇവരുടെ അതിന് മുന്നേ ഉള്ളൊരു ക്യാരക്ടർ. 3 ക്യാരക്ടറായിട്ടാണ് വരുന്നത്. 3 ഒരേ തലമുറ, ഒരേ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ, അച്ഛനമ്മൻ, അപ്പൂപ്പൻ, മകൻ എന്നൊക്കെ പറഞ്ഞ പോലത്തതാണ്. അപ്പോൾ ഈ കാലഘട്ടമായിട്ട് വരുന്നതാണ് അജയൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതായത് ഒരു 90s ഒക്കെയാണ് കാണിക്കുന്നത്. അജയൻ എന്ന് പറഞ്ഞ ടോവിനോൻ്റെ അടുത്ത ക്യാരക്ടർ കാണിക്കുന്നത്. അതിലാണ് കളറിങ് കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെയാണ്. അതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ വർക്കറായിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷേ പുള്ളി സ്റ്റിൽ ഇപ്പോൾ ഒരു മോഷണം എന്ന് പറഞ്ഞാൽ അത് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ശരിക്കും. ഇതിനകത്ത് മെയിൻ ഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തിക്കെതിരെയല്ല, ഓക്കെ, ഒരു സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ഫൈറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അവനിടിക്കണം എന്ന് പറയുമ്പോൾ ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ ഒരു സിനിമയ്ക്കകത്ത്. അങ്ങനെ ഒരു വില്ലൻ, പ്രോപ്പറായിട്ടുള്ള വില്ലൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വില്ലനായിട്ടുണ്ട്, പക്ഷേ അത് ഇവർ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് വേറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വില്ലനായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റോ കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് മൊത്തം നാടും ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഫൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മൊത്തം ഈ നമ്മുടെ ജെല്ലിക്കെട്ട് മോഡലൊരു ശരിക്കും ജെല്ലിക്കെട്ടൊരു വേണം 3D ആക്കായിരുന്നു അവർക്ക്. എനിക്കത് തോന്നി. കാര്യം ജെല്ലിക്കെട്ടിനുള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഏകദേശം ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അവർ അടിയും ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരു രീതിക്കാണ്. പന്തം കൊളുത്തി പടം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര 3Dയിലെ കാണുമ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മോഡലാണ് ഈ ഒരു എതിർവശത്ത് നിൽക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിനെതിരെയാണ്. ജാതി അല്ലെങ്കിൽ ഈ കള്ളൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെതിരായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കുറേ രസകരമായ കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ സുധീഷ് ഉണ്ട്, നമ്മുടെ സന്തോഷ് കീഴാറ്റൂരുണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. ഇങ്ങനെ പോകുന്നു, ഒരു നേരം അങ്ങനെ പോകുന്നു. പിന്നെ നായികയായിട്ട് വന്നത് നമ്മുടെ രവി ലക്ഷ്മിയാണ്. പിന്നെ കൃത്തിക ഷെട്ടി, അങ്ങനെ ഒരു ലേഡിയാണ്. ശരിക്കും അജയൻ്റെ ഈ ഒരു വർത്തമാനകാലത്തെ ക്യാരക്ടറായിട്ട് വരുന്നത്. അജയൻ്റെ
അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത്. പക്ഷേ ഇവരുടെ പ്രേമമായിട്ട് ആ ഒരു ടൈറ്റിലിന് ഒരു ബന്ധവും കൂടിയുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരത്തി ഒരു ഇല്ലത്തെ ഒരു മലയാളി അല്ല, പക്ഷേ അത് ഒരിക്കലും ഒരു മലയാളി അല്ല എന്ന് പറയില്ല. ഞാനത് സിനിമ കണ്ടു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കറക്റ്റായിട്ടൊരു ഇല്ലത്തെ കുട്ടി എങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് ടിക്ടോ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു പ്രേമം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ട്. കുറച്ച് നാൾക്ക് ശേഷമാണ് നല്ല പാട്ടുകൾ കേൾക്കുന്നത്. 1-2 പാട്ടുകളുണ്ട്, അത് നല്ല സൂപ്പർവായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ടോട്ടലി ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യങ്ങൾ, ഇവർ പല കാര്യത്തിനും ഒരു ഹൈലൈറ്റ് ഈ സിനിമയെ എൻഹാൻസ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ട് ഇവരത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഉൾപ്പെടുത്തി അതിൻ്റെ അകത്ത് നിർത്തി തന്നെയാണ് ഈ ക്യാരക്ടറിന് എല്ലാവരും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗി വേറെയാണ്. ഓവറായിട്ട് എവിടെയും ചളവാക്കിയിട്ടില്ല. കാര്യം എടുത്തു പറയേണ്ടത് ഒരു ഇല്ലത്തെ ഒരാളായിട്ടാണ് സുധീഷിനെ കാണിച്ചിരിക്കുന്നത്. സുധീഷൊക്കെ ആ ക്യാരക്ടർ കറക്റ്റായിട്ട് കൈ പിടിച്ചതിന് ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും, പിന്നെ ഇല്ലത്തുള്ള ആൾക്കാരുടെ ഒരു രീതി അറിയാമല്ലോ, കുറച്ചൊരു ബ്രാഹ്മണിത്വം അല്ലെങ്കിൽ ഒരു ഡോമിനൻസി ഉള്ള ഒരു സംഭവമാണ്, കാസ്റ്റിൻ്റെ ബേസിൽ ഡോമിനൻസി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു പുച്ഛ മനോഭാവം, അങ്ങനെയുള്ള ഒരു തഴയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സുധീഷൊക്കെ കൃത്യമായിട്ട് ചെയ്തു. ഇത്ര സന്തോഷ് ഈടായിട്ട് ഒരു ആസ് യൂഷ്വൽ പുള്ളിയൊക്കെ ഇങ്ങനെയുള്ള റോളുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യും. സുരഭി ലക്ഷ്മി ഇതേപോലെ ഒരു ഫോക്ക് സിനിമകൾ പോലത്തെ ക്യാരക്ടറൊക്കെ ആണെങ്കിൽ സുരഭി ലക്ഷ്മിയൊക്കെ അടിച്ച് തൂത്തു വാരും. അതൊക്കെ പുള്ളിക്കാരത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നി ബേസിൽ ജോസഫിനെ ഞാൻ കണ്ടപ്പോൾ തോന്നിയത്, ഇങ്ങനെയുള്ള സിനിമയ്ക്കകത്ത് ബേസിൽ ജോസഫിനെ കൊണ്ടുവന്ന ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചതാണ് ആദ്യത്തെ സീനെ കണ്ടപ്പോൾ. പിന്നീട് മനസ്സിലായി ഒന്നുമല്ല, കറക്റ്റായിട്ട് ബേസിൽ ജോസഫ് ആ ക്യാരക്ടറുമായിട്ട് മെർജ് ചെയ്ത് പോയിട്ടുണ്ട്. അത് ആ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ബേസിൽ ജോസഫ് അല്ലാണ്ട് വേറെ ആരും ഇതിനകത്ത് വേണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ബിജുക്കൂട്ടൻ. എനിക്ക് അവിടെയാണ് അങ്ങനെ ഒരു വേറെ തോന്നിയൊരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു ഐറ്റമാണ് ബിജുക്കൂട്ടൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. ഒരു കാര്യസ്ഥനായിട്ടുള്ള, ശരിക്കും ഈ ഹരിഹരൻ സിനിമകൾക്കകത്താണ് കൂടുതലും ഇല്ലം പ്യൂറായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ബേസിൽ ഒരു ഇല്ലം കാര്യസ്ഥൻ അങ്ങനെയുള്ള അവരുടെ മാനരസങ്ങളെ കാണിക്കുന്നത്. പക്ഷേ അത് ബിജുക്കൂട്ടനൊക്കെ വന്നു, അത് കറക്റ്റായിട്ട് അത് എടുത്തു, പുള്ളി അത് ഒപ്പിയെടുത്ത ആ ക്യാരക്ടർ എന്ന് പറയാം. അത് വലിയ സംഭവങ്ങളൊന്നുമല്ല, പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ടോട്ടലായിട്ട് കുറേ ക്യാരക്ടറുണ്ട്. ഇതിനകത്ത് എല്ലാ ആൾക്കാർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങനെയുള്ള പുരാണ കഥകൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ആ ഒരു ക്യാരക്ടർ എൻഹാൻസ് എലിവേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ആ ഓരോ ക്യാരക്ടറും ഓൾറെഡി എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഒരു കഥകളാണ് ഇങ്ങനെയുള്ള ഈ പഴയ കഥകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ജഗദീഷ് വരുന്നുണ്ട്. ജഗദീഷ് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, പക്ഷേ അതൊക്കെ രസകരമാണ്. ഒരു അണ്ടർ വാട്ടർ സീനൊക്കെ ഇവരുടെ കാണിക്കുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മാലാപാർവതിയാണ് കുഞ്ഞിനെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്ന സീനായിട്ട് നിങ്ങൾ എൻ്റെ ട്രെയിലറിലും ടീസറിലും കണ്ടിട്ടുണ്ടാവും. മൊത്തത്തിൽ ഇങ്ങനെയാണ് ഈ ഒരു സിനിമ. ഒരു പാക്ഡ് ആയിട്ടുള്ള നല്ല സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ, നല്ല അത്യാവശ്യം നല്ല ഫൈറ്റ് ആക്ഷൻ കൊറിയോഗ്രാഫി ഉള്ള, നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള 3 ക്യാരക്ടറിനും നല്ല എഫേർട്ട് എടുത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. BGM കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റായിട്ടുള്ള BGMഉം കൃത്യമായിട്ടുള്ള BGM കൊടുത്തിട്ടുണ്ട്. നല്ല സോങ് ഉണ്ട്, രണ്ട് സോങ് ഉണ്ട് തോന്നുന്നു. അതായത് കേൾക്കാൻ രസകരമായ 2 സോങ് ഉണ്ട്. ഈ സോങ്ങിലായാലും അല്ലെങ്കിൽ ടോട്ടൽ സിനിമയ്ക്കായാലും നല്ലൊരു ബാക്ക് ഡ്രോപ്പ്, ഇതിനകത്ത് നല്ല പശ്ചാത്തലമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതല്ല. നമ്മുടെ ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ടൊക്കെ ഒരു പരിമിതി വെച്ചിട്ട് അവർ കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടുള്ള സിനിമ. പറ്റാവുന്ന ആൾക്കാർ 3D തന്നെ കാണുക. ഞാൻ ഈ പറഞ്ഞ 2D എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി മേലെ ആയിരിക്കും ആ 3D കാണുന്നതിൻ്റെ എഫക്റ്റ്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ടോവിനോൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ്. ഓരോ ആടന്മാർക്കും ഒരു ബെഞ്ച് മാർക്ക് സെറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ടോവിനോൻ്റെ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിന് മേലെ ആയിരിക്കും ടോവിനോൻ്റെ പോക്കെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പാൻ ഇന്ത്യൻ സിനിമകൾക്കകത്ത് മലയാളത്തിൻ്റെ നല്ലൊരു പ്രോമിസ് തന്നെയാണ് ടോവിനോ തോമസ്. അതൊരു സംശയമില്ല. ഞാൻ ടോവിനോൻ്റെ ഇനി ഇതേപോലുള്ള എനിക്കൊരു മണിയനെ പോലത്തെ ഒരു ക്യാരക്ടറിൻ്റെ ത്രൂ ഔട്ട് സിനിമ, മിസ്റ്ററിയസ് ആയിട്ടുള്ള കുറച്ചും കൂടി ഫാൻറ്റസി നിറഞ്ഞൊരു സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മലയാളത്തിൽ നിന്ന് ആരെങ്കിലും ടോവിനോനെ വെച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടോവിനോ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന പ്രായമൊക്കെയാണ്. പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റും. പുള്ളിയുടെ ഒരു എനർജി ലെവലും പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെൻറ്റൊക്കെ കാണുമ്പോൾ ഞാനത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സിനിമ വരുമോ എന്നുള്ളത്. ഇത് ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കത് എപ്പോഴും ഹാപ്പി തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചും കൂടി വേറെ രസകരമായ രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളി. ബൈ സി യു.